ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പാസ്പോർട്ടിൻ്റെ സൈറ്റ് വഴി മൈനർ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ, അതായത് 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പാസ്പോർട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോയാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റായിട്ട് വേണ്ടി വരുന്നത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും, ആധാർ കാർഡ് അവൈലബിൾ ആണെങ്കിൽ ആധാർ കാർഡും, പാരൻസിന് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാരൻസിൻ്റെ പാസ്പോർട്ടുമാണ് വേണ്ടി വരുന്നത്. മുൻപ് നമ്മുടെ ചാനലിൽ പുതിയ പാസ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പാസ്പോർട്ട് പുതുക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസും തൽക്കാൽ പാസ്പോർട്ടിന്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക. ഇതിൽ പാസ്പോർട്ട് സേവ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ചെയ്തു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് പാസ്പോർട്ട് സേവ എന്ന് പറയുന്നത്. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിലെ പാസ്പോർട്ട് സേവ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഒരു അലേർട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഈ അലേർട്ട് മെസ്സേജ് ഒന്ന് ക്ലോസ് ചെയ്യുക. ശേഷം ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു പേജിൽ നിയർ ബൈ ആയിട്ടുള്ള പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 പാസ്പോർട്ട് ഓഫീസാണ് വരുന്നത്: കോഴിക്കോട്, കൊച്ചിൻ, തിരുവനന്തപുരം. അപേക്ഷകൻ കാസർഗോഡുള്ള വ്യക്തിയാണെങ്കിൽ കോഴിക്കോട് എന്നുള്ള ഓപ്ഷനും, അപേക്ഷകൻ തൃശ്ശൂരുള്ള വ്യക്തിയാണെങ്കിൽ കൊച്ചിൻ എന്നുള്ള ഓപ്ഷനും, അപേക്ഷകൻ കൊല്ലത്തുള്ള വ്യക്തിയാണെങ്കിൽ തിരുവനന്തപുരം എന്നുള്ള ഓപ്ഷനും ചൂസ് ചെയ്ത് നൽകാവുന്നതാണ്. അടുത്തതായിട്ട് ഗിവൺ നെയിം എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കൻറ്റിൻ്റെ ഫസ്റ്റ് നെയിമും സർനെയിം എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ ലാസ്റ്റ് നെയിമും നൽകാവുന്നതാണ്. ഇനിഷ്യലുള്ള പേരാണെങ്കിൽ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്തോ അതല്ല എങ്കിൽ കലണ്ടർ ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്തോ നൽകാൻ സാധിക്കുന്നതാണ്. ഇമെയിൽ ഐ ഡി എന്നുള്ള ഓപ്ഷനിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി കൃത്യമായിട്ട് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് പോകുന്ന ആക്ടിവേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് പ്രൊഫൈൽ ആക്റ്റീവ് ആക്കേണ്ടത്. മെയിൽ ഐ ഡി കൊടുക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് ഡു യു വാണ്ട് യുവർ ലോഗിൻ ഐ ഡി ടു ബി സെയിം ആസ് ഇമെയിൽ ഐ ഡി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇമെയിൽ ഐ ഡി തന്നെയാണോ ലോഗിൻ ഐ ഡി ആയിട്ട് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമെയിൽ ഐ ഡി തന്നെയാണ് വേണ്ടതെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അതല്ല എങ്കിൽ നോ എന്ന് കൊടുത്തതിന് ശേഷം ലോഗിൻ ഐ ഡി ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. നൽകുന്ന ലോഗിൻ ഐ ഡി അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ എന്ന് കാണിക്കുന്നതാണ്. അവൈലബിൾ അല്ല എന്ന് കാണിക്കുകയാണെങ്കിൽ ലോഗിൻ ഐ ഡി ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവൈലബിൾ ആണ് എങ്കിൽ ലോഗിൻ ഐ ഡി ഈസ് അവൈലബിൾ എന്ന് ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ്. വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് നൽകുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ അപ്പർ കേസ്, ലോവർ കേസ്, സിമ്പിൾ നമ്പർ വരുന്ന രീതിയിൽ കൊടുക്കാവുന്നതാണ്. ഒരു ഹിൻഡ് ക്വസ്റ്റ്യൻ നൽകുക. ആ ഒരു ആൻസറും അതിൻ്റെ താഴെ ടൈപ്പ് ചെയ്ത് നൽകുക. സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം പേജിൻ്റെ താഴെ ഭാഗത്തായിട്ടുള്ള രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പായ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. നൽകിയിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒരു ആക്ടിവേഷൻ ലിങ്ക് സെൻഡ് ആവുന്നതാണ്. കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്ത് ജിമെയിൽ ആണെങ്കിൽ ജിമെയിൽ എന്ന് കൊടുത്തതിന് ശേഷം മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് മെയിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ രജിസ്ട്രേഷൻ കൺഫർമേഷൻ എന്ന് പാസ്പോർട്ടിൻ്റെ സൈറ്റിൽ നിന്ന് വന്നിരിക്കുന്ന മെയിലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ലിങ്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. പാസ്പോർട്ടിന് അഡ്മിൻ എന്നുള്ള ഓപ്ഷനിൽ രജിസ്ട്രേഷൻ കൺഫർമേഷൻ എന്നുള്ള മെയിലിൽ ബ്ലൂ കളറിലൊരു ആക്ടിവേഷൻ ലിങ്ക് വന്നിട്ടുണ്ടാവും. ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡി കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരുന്നതാണ്. പ്ലീസ് ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്നുള്ള ഓപ്ഷനിലോ അതല്ല എങ്കിൽ ഹോം എന്നുള്ള ഓപ്ഷനിലോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. വീണ്ടും ഹോം പേജിലേക്ക് തന്നെ വരുന്നതാണ്. ഹോം പേജിൽ എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ വീണ്ടും യൂസർ ഐ ഡിയും പാസ്വേഡും നൽകേണ്ടതായിട്ടുണ്ട്. ലോഗിൻ ഐ ഡി എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന, അതായത് യൂസർ നെയിം ആയിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്ന ലോഗിൻ ഐ ഡി വീണ്ടും ഒന്നും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിലാണ് പാസ്വേഡ് നൽകേണ്ടത്. നെക്സ്റ്റ് വരുന്ന പേജിൽ വീണ്ടും പാസ്വേഡ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. സൈറ്റിൽ തന്നിരിക്കുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്ത് ഹോം പേജിലേക്ക് വരാവുന്നതാണ്. ഓപ്പൺ ആയി വന്നിരിക്കുന്ന ഹോം പേജിൽ അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഇഷ്യൂ പാസ്പോർട്ട് എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പേജിൻ്റെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ക്ലിക്ക് ഹിയർ ടു ഫിൽ ദി ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. RPO സെലക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ സ്റ്റേറ്റ് കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് ഏതാണോ വരുന്നത് അതൊന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. താമസിക്കുന്നത് റൂറൽ ഏരിയയിലാണെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ കൂടെ റൂറൽ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പാസ്പോർട്ട് ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ അപ്ലൈ ഫോർ
ഫ്രഷ് പാസ്പോർട്ട് അതുപോലെ റീഇഷ്യൂ പാസ്പോർട്ട് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കുന്നവരാണെങ്കിൽ ഫ്രഷ് പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷനും നിലവിലെ പാസ്പോർട്ട് പുതുക്കാനാണെങ്കിൽ റീഇഷ്യൂ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനിൽ നോർമൽ, തൽക്കാൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ 36 പേജ് എന്നുള്ള ഓപ്ഷനും കൂടി കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക. അടുത്തതായി വരുന്ന പേജിൽ അപേക്ഷകൻ്റെ വിവരങ്ങളാണ് നൽകേണ്ടത്. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, പ്ലേസ് ഓഫ് ബർത്ത്, ഡിസ്ട്രിക്റ്റ്, വിദ്യാഭ്യാസ യോഗ്യത, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നൽകേണ്ടത്. പേര് നൽകുന്ന സമയത്ത് പേര് ഇനിഷ്യൽ ഉള്ളതാണെങ്കിൽ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത്, അതായത് ഫുൾ ഫോം നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപേക്ഷകൻ്റെ പേര് അരുൺ രാജ് എം എന്നാണെങ്കിൽ അരുൺ രാജ് എന്നുള്ളത് ഗിവൺ നെയിമിലും എമ്മിൻ്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ളത് മാധവൻ എന്നാണെന്ന് വിചാരിക്കുക. മാധവൻ എന്നുള്ളത് സർനെയിമായിട്ടും നൽകാവുന്നതാണ്. പ്ലേസ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നൽകേണ്ടത് ജനന സ്ഥലം ഏതാണോ അതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, മെറിറ്റൽ സ്റ്റാറ്റസ് തുടങ്ങിയ കാര്യങ്ങളും കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചെയ്യുന്ന സമയത്ത് മെറിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ എന്ന് നൽകാവുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷനും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ 7th പാസ് ഓർ ലെസ് എന്നുള്ള ഓപ്ഷനും നൽകാവുന്നതാണ്. ജനിച്ച് 1 മാസമായ കുട്ടിയാണ് എങ്കിലും 7th പാസ് ഓർ ലെസ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. ECR കാറ്റഗറി ഡിഫോൾട്ടായിട്ട് നോ എന്ന് വരുന്നതാണ്. ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ആധാർ കാർഡ് നമ്പർ അവൈലബിൾ ആണെങ്കിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഡിക്ലറേഷൻ എസ് കൊടുക്കുക, ഇല്ല എങ്കിൽ നോ ആണ് കൊടുക്കേണ്ടത്. സേവ് മൈ ഡീറ്റെയിൽസ് കൊടുക്കുക. വീണ്ടും എസ് എന്ന് കൊടുത്ത് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് വരുന്ന പേജിൽ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ലീഗൽ ഗാർഡിയൻ നെയിം മാൻഡേറ്ററി അല്ല. അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും കൂടി നൽകുക. പാരൻസിൻ്റെ പാസ്പോർട്ട് മാൻഡേറ്ററി അല്ല, അവൈലബിൾ ആണെങ്കിൽ മാത്രം നൽകിയാൽ മതി. പാരൻസിൻ്റെ പാസ്പോർട്ട് ഇല്ല എങ്കിലും കുട്ടികൾക്ക് പാസ്പോർട്ടിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിവരങ്ങളൊക്കെ നൽകിയതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ടുള്ള സേവ് മൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന പേജിൽ പ്രസന്റ് റെസിഡൻഷ്യൽ അഡ്രസ് വിവരങ്ങളാണ് നൽകേണ്ടത്. ഈസ് യുവർ പ്രസന്റ് അഡ്രസ് ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രസന്റ് അഡ്രസ്സ് വരുന്നത് ഇന്ത്യക്ക് പുറത്താണോ എന്നതാണ്. ആണെങ്കിൽ എസും അല്ല എങ്കിൽ നോ എന്നും നൽകാവുന്നതാണ്. ഹൗസ് നെയിം ആൻഡ് സ്ട്രീറ്റ് നെയിം എന്ന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് വീട്ടുപേര്, സ്ഥലപ്പേര്, പോസ്റ്റ് ഓഫീസ് ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന ഭാഗത്ത് വില്ലേജ് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പോലീസ് സ്റ്റേഷൻ, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളും കൃത്യമായിട്ട് നൽകേണ്ടതാണ്. പോലീസ് സ്റ്റേഷൻ കൊടുക്കുന്ന സമയത്ത് സൈറ്റിൽ കൃത്യമായി പോലീസ് സ്റ്റേഷൻ്റെ വിവരങ്ങൾ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഡിസ്ട്രിക്റ്റ് കൊടുക്കുന്ന സമയത്ത് ചിലതിൽ റൂറൽ എന്ന് കൊടുത്തിട്ടുണ്ടാവും. താമസിക്കുന്ന ഏരിയ റൂറൽ ആണെങ്കിൽ റൂറൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുക. എന്നാൽ മാത്രമാണ് പോലീസ് സ്റ്റേഷൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുക. വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ തന്നെ നൽകേണ്ടതാണ്. കറക്റ്റായിട്ടുള്ള ഒരു മെയിൽ ID കൂടി കൊടുക്കുക. ഈസ് പെർമനൻറ്റ് അഡ്രസ് അവൈലബിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ് എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ്. ഈസ് യുവർ പെർമനൻറ്റ് അഡ്രസ് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും ഒന്ന് തന്നെയാണോ എന്നാണ് ക്വസ്റ്റ്യൻ. യെസ് എന്ന് നൽകുക. സേവ് മൈ ഡീറ്റെയിൽസ് കൊടുക്കുക. അലർട്ട് മെസ്സേജിൽ ഓക്കെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് വരാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷകനെ എമർജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. കുട്ടികൾക്ക് പാസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് രക്ഷിതാവിൻ്റെ വിവരങ്ങൾ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസിൽ നൽകാവുന്നതാണ്. നെയിം ആൻഡ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരും അതുപോലെ തന്നെ വീട്ടുപേര്, സ്ഥലപ്പേര്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളും മെൻഷൻ ചെയ്യാം. മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ കൃത്യമായി കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊബൈൽ നമ്പർ നൽകാവുന്നതാണ്. ഇമെയിൽ ID, ടെലിഫോൺ നമ്പർ മാൻഡേറ്ററി അല്ല, അവൈലബിൾ ആണെങ്കിൽ മാത്രം നൽകിയാൽ മതി. വിവരങ്ങളൊക്കെ നൽകിയതിന് ശേഷം സേവ് മൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഹാവ് യു എവർ ഹെൽഡ് ഓർ ഹോൾഡ് ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ നോ എന്ന് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഒഫീഷ്യൽ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ എന്നും ഹാവ് യു എവർ അപ്ലൈഡ് പാസ്പോർട്ട് ബട്ട് ഡിഡ് നോട്ട് ഇഷ്യൂഡ് എന്നുള്ള ഓപ്ഷനിലും നോ എന്നും നൽകിയതിന് ശേഷം സേവ് മൈ ഡീറ്റെയിൽസ് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് വരുന്ന പേജിൽ അതർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സോ മറ്റോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈനർ കുട്ടികൾക്ക് എല്ലാ ഓപ്ഷനും നോ എന്ന് നൽകി പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാം നോ കൊടുത്തതിന് ശേഷം സേവ് മൈ ഡീറ്റെയിൽസ് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് പാസ്പോർട്ടിൻ്റെ പ്രിവ്യൂ പേജാണ്. വിവരങ്ങൾ എങ്ങനെയാണ് പാസ്പോർട്ടിൽ വരുന്നതെന്നുള്ള പ്രിവ്യൂ പേജാണ് വരുന്നത്. ഡീറ്റെയിൽസൊക്കെ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സൈറ്റിൽ ഒട്ടിക്കുകയോ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത് നൽകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 5 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ഓഫീസിൽ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകണം. 5 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് തന്നെയാണ് ഫോട്ടോഗ്രാഫ്
എടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സെൽഫ് ഡിക്ലറേഷൻ്റെ പേജാണ്. പ്രൂഫ് ഓഫ് ബർത്തും അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ബർത്ത് പ്രൂഫായിട്ട് ആപ്ലിക്കൻറ്റിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം മൈനറായിട്ടുള്ള കുട്ടികൾക്ക് മറ്റ് പ്രൂഫുകൾ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ബർത്ത് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുക. അതുപോലെ അഡ്രസ് പ്രൂഫായിട്ട് ആധാർ കാർഡ് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ പാരൻസിന് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാരൻസിൻ്റെ പാസ്പോർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വിവരങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് നൽകുക. അതുപോലെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അനക്ഷർ സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. മൈനർ ആപ്ലിക്കൻസ് ആവുന്നത് കൊണ്ട് തന്നെ അനക്ഷർ നിർബന്ധമാണ്. പാരൻസിൽ ഒരാൾ മാത്രമാണ് നാട്ടിലുള്ളതെങ്കിൽ അനക്ഷർ സിയും, പാരൻസ് 2 പേരും നാട്ടിലുണ്ടെങ്കിൽ അനക്ഷർ ഡിയുമാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. സിയുടെയും ഡിയുടെയും ഫോം സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒന്നുകൂടി പറയാം, പാരൻസിൽ ഒരാൾ മാത്രമാണ് നാട്ടിലുള്ളതെങ്കിൽ അനക്ഷർ സിയും, പാരൻസ് 2 പേരും നാട്ടിലുണ്ടെങ്കിൽ അനക്ഷർ ഡിയുമാണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. പേജിൻ്റെ താഴെയായിട്ട് പ്ലേസ് ഒന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് മൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നതിലെ എല്ലാ വിവരങ്ങളും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ പിന്നീട് ഓൺലൈനായിട്ട് തിരുത്താൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. അടുത്തായിട്ട് വരുന്ന പേജിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും വരുന്ന പേജിൽ വീണ്ടും നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോകാൻ ഉദ്ദേശിക്കുന്ന പാസ്പോർട്ട് ഓഫീസ് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക. പേജിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന പേജിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഡേറ്റ്സിൻ്റെ വിവരങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന പേജിൽ കാണിച്ചിരിക്കുന്ന കലണ്ടർ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റുകളാണ് ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. ഈ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് നൽകുക. പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ആയി അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. പേയ്മെൻറ്റ് ഗേറ്റ് വേ പേജിലേക്കാണ് വരുന്നത്. നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ UPI ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ UPI എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ VPA അഥവാ UPI ID QR കോഡ് ഓപ്ഷൻ അവൈലബിൾ ആണ്. QR കോഡ് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ QR കോഡ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന QR കോഡ് വാലറ്റ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. കുട്ടികൾക്ക് 1000 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. 8 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ 900 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണെങ്കിൽ 1500 രൂപ നോർമൽ പാസ്പോർട്ടിനും എമർജൻസി അഥവാ തൽക്കാൽ പാസ്പോർട്ടിന് 3500 രൂപയുമാണ് പേയ്മെൻറ്റ് വരുന്നത്. ഞാനിവിടെ നോർമൽ ആപ്ലിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ 1000 എന്നാണ് എമൗണ്ട് വന്നിരിക്കുന്നത്. ഞാനിവിടെ QR കോഡ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. വീണ്ടും പേജ് ഓക്കെ എന്ന് അലർട്ട് മെസ്സേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ എന്നൊരു പേജ് ആയിരിക്കും. പേജിൻ്റെ താഴെയായിട്ടുള്ള പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയിട്ട് വരുന്ന റെസിപ്റ്റിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്ന തീയതി, സമയം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. കാണിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും വ്യൂ ആൻഡ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപേക്ഷകൻ്റെ പേര് സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേ ആൻഡ് ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്ന പ്ലേസും ഡേറ്റും ഒന്നും കൂടി സെലക്ട് ചെയ്ത് നൽകി അപ്പോയിൻമെൻറ്റ് കൺഫേം ചെയ്യുക. നിർബന്ധമായും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ആ ഒരു സ്ലിപ്പിൽ പോകാൻ ഉദ്ദേശിക്കുന്ന തീയതിയും അതുപോലെ തന്നെ സമയവും പാസ്പോർട്ട് ഓഫീസിൻ്റെ പേരുമൊക്കെ കൃത്യമായി വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കാരണം വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇതിൽ കൃത്യമായി വിവരങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടില്ല എങ്കിൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്നും അവർ അപ്പോയിൻമെൻറ്റ് അനുവദിച്ച് തരുന്നതല്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വിവരങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. പാസ്പോർട്ട് ഓഫീസിൽ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് കുട്ടിയുടെ പ്രായം 5 വയസ്സിൽ കുറവാണെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാരൻസിന് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാരൻസിൻ്റെ പാസ്പോർട്ട്, കുട്ടിക്ക് ആധാർ കാർഡ് അവൈലബിൾ ആണെങ്കിൽ കുട്ടിയുടെ ആധാർ കാർഡ്, SLC പഠിച്ചിട്ടുള്ള കുട്ടിയാണെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളും കൂടി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ചാനലിൽ മുൻപ് പുതിയ പാസ്പോർട്ട് ചെയ്യുന്നതും പാസ്പോർട്ട് പുതുക്കുന്നതും തൽക്കാൽ പാസ്പോർട്ട് ചെയ്യുന്നതുമായ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് നൽകുന്നതാണ്. വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.